ആൽവിൻ, ഇടുക്കി വലിയ ജാഗ്രത പാലിക്കുന്ന ഒരു ജില്ലയാണ്, മലയോര ജില്ല എന്ന നിലയിൽ തന്നെ. പ്രത്യേകിച്ച് കൂടുതൽ ജാഗ്രത, കൂടുതൽ പേരെ മഴ രൂക്ഷമായാൽ ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഇടുക്കിയിലെ മഴയുടെ തോത് എങ്ങനെയാണ്? ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും മഴക്കെടുതികൾ എത്രത്തോളം രൂക്ഷമാണ് ആൽവിൻ? പിന്നെ ഹൈ റേഞ്ചും ലോ റേഞ്ചും രണ്ട് മേഖലകളിലും ഇന്നലെ രാത്രി മുതൽ തന്നെ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് പലയിടങ്ങളിലും അതിശക്തമായ കാറ്റ് മഴയോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും മരങ്ങൾ റോഡിലേക്ക് വീണ സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ ദേശീയപാതയിൽ ഏതാണ്ട് 4:45 മണിയോടുകൂടിയാണ് വലിയൊരു മരം ദേശീയപാതയിൽ വീണു. റാണിക്കലിന് സമീപമാണ് ആ മരം കടപൊഴി വീണത്. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പ്രത്യേകിച്ച് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം എത്തി അത് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ മറ്റ് സ്ഥലങ്ങൾ, ഇരുട്ടുകാനം പോലെയുള്ള സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ മൂന്നാർ മറയൂർ റോഡിലും ഒക്കെയും ഈ മരങ്ങൾ വീണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെയും ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ അടിമാലി രാജാക്കാട് മേഖലയിലേക്ക് പോകുന്ന റോഡിലും മരം വീണുകൊണ്ട് ഗതാഗതം തടസ്സം സൃഷ്ടിച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇതൊക്കെയും പുനഃസ്ഥാപിക്കുന്നത് വേണ്ടിയുള്ള നടപടികൾ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം അപ്പോൾ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതിജാഗ്രത ജില്ലയിൽ വേണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 3 ചെറു ഡാമുകൾ തുറന്നു വിട്ടിട്ടുണ്ട്. ഒന്ന് കല്ലാർകുട്ടി, അതോടൊപ്പം തന്നെ ലോവർ പെരിയാർ, അതോടൊപ്പം തന്നെ മലങ്കര, 3 ചെറു ഡാമുകളും തുറന്നു വിട്ടിട്ടുണ്ട്. ഈ ഡാമുകളൊക്കെയും നിയന്ത്രിത അളവിൽ തന്നെയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതെങ്കിലും ഈ പുഴയുടെ തീരത്തുള്ള ആളുകളൊക്കെയും നിതാന്ത ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് തൊടുപുഴയാറ്, മൂവാറ്റുപുഴയാറ്, പെരിയാറ്, അതോടൊപ്പം തന്നെ മുതലപ്പുഴയാറ്, ഇങ്ങനെ ഈ ആറിൻ്റെ തീരത്തുള്ള പരിസരത്തുള്ള ആളുകൾ വളരെ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശവും നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും ആളുകളെ അവിടെ നിന്ന് മാറി ബന്ധുവീടുകളിലേക്കും മറ്റും മാറണമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മാറാൻ മാർഗമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ക്യാമ്പുകളും ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ചിട്ടുണ്ട്. 5 താലൂക്കുകളിലേക്കും വേണ്ട കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഏത് സമയത്തും ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള കൺട്രോൾ റൂമുകൾ നമ്പറുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിതാന്ത ജാഗ്രത ഈ മണിക്കൂറുകളിൽ ഇടുക്കിയിലും വെച്ചു പുലർത്തുന്നു. പ്രത്യേകിച്ച് റെഡ് അലേർട്ട് തുടരുകയാണ്. മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ ലോ റേഞ്ച് മേഖലയിലും മഴ കാറ്റും ശക്തമായി തന്നെ തുടരുന്നു. ബിന്നില് ശരി, ആൽവിൻ തോമസാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേർന്നത്.